Hi, hello, it's me Hanna. Welcome to my channel Art and Craft by Hanna. ഇപ്പൊ സമയം 11:15 മോർണിംഗ് അല്ല ഈവനിങ് ആണ്. എനിക്ക് നാളേക്ക് 2 ഓർഡേഴ്സ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഒന്നിപ്പോൾ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. അതിന്റെ ക്ലീനിങ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അടുത്ത വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിനി ജേണൽ ബുക്ക് ആണ്. അത് 2 തരം ജേണലാണ് ഉണ്ടാക്കുന്നത്. ഡോട്ട് ഗ്രിഡ് ഷീറ്റിൽ ഉണ്ടാക്കുന്ന ഡോട്ട് ജേണലും സ്ക്വയർ ഷീറ്റിൽ ഉണ്ടാക്കുന്ന സ്ക്വയർ ജേണലുമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഡോട്ട് ഗ്രിഡ് ആണ്. മറ്റത് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. മിക്കവാറും അതിന്റെ മക്കൾ അടിച്ചു മാറ്റി കൊണ്ടുപോകാനാണ് സാധ്യത. ഇനി മെറ്റീരിയൽസിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് A4 വലിപ്പമുള്ള സ്ക്വയർ ഷീറ്റും ഗ്രിഡ് ഷീറ്റും ആണ്. 100 GSM ആയതുകൊണ്ട് തന്നെ ജേർണലിംഗ് മാത്രമല്ല, നിങ്ങൾ ഡ്രോയിങ്ങിനും കളറിങ്ങിനും ഒക്കെ ഈ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മെഷർമെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു A4 ഷീറ്റിന്റെ നടുമടക്കി 2 തവണ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അതിനുശേഷം വീണ്ടും നടുമടക്കിയിട്ട് എനിക്ക് കിട്ടുന്ന സൈസ് 7.5 × 10.5 ആണ്. മിനി ജേണൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഇഷ്ടാനുസരണം അത് സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. പണ്ട് ജേണൽ മേക്ക് ചെയ്യുമ്പോൾ അതിൽ കളർ ഷീറ്റ് ആഡ് ചെയ്യുന്നൊരു സ്വഭാവം എനിക്കില്ലായിരുന്നു. ഈ ഇടക്കാണ് അങ്ങനെ ഒരു ഐഡിയയും തോട്ടും വന്നത്. അതിനുശേഷം കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടമാവുകയും കൂടുതൽ ഓർഡേഴ്സ് എനിക്ക് വരികയും ചെയ്തു. അത് അവർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഓർഡേഴ്സ് എനിക്ക് 2 ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്ര ലേറ്റ് ആവാൻ കാരണം എൻ്റെ കൂടപ്പിറപ്പാണ്. ആ കൂടപ്പിറപ്പിന്റെ പേരാണ് മടി. മടി കൊണ്ട് മാത്രമാണ് ഇത്ര ലേറ്റ് ആയത്. ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തും ക്ലോസ് ചെയ്യുന്ന ഭാഗത്തും ഞാൻ റെഡ് ആണ് ഉപയോഗിക്കുന്നത്. ആ റെഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ബുക്കിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കാനാവും. ഞാനിവിടെ ഒരു 5-6 പേപ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് ഓരോ കളർ ഷീറ്റും ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ആ കസ്റ്റമേഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്തപ്പോഴാണ് നാളെയാണ് ആ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് ഓർമ്മ വരികയും പിന്നെ ഇരുന്ന് ചെയ്യല്ലാതെ വേറെ രക്ഷയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയിട്ട് ചെയ്യുന്നത്. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് മാത്രമാണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബിലോ. ഒട്ടുമിക്ക ദിവസങ്ങളിലും 10 മണിക്ക് ശേഷം എന്തെങ്കിലും ഒരു ആർട്ടും ക്രാഫ്റ്റും ചെയ്യാൻ എനിക്ക് വളരെയധികം ഒരു താല്പര്യവും ഒരു എനർജിയും ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എൻ്റെ ടേബിളിലേക്ക് വന്നിരുന്ന് ടാബ് നോക്കിയിട്ട് നല്ലൊരു പ്ലാൻ കണ്ടെത്തും. നല്ലൊരു ഇത് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഇത്ര സമയം കൊണ്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചെങ്കിലും അപ്രതീക്ഷിതമായി ഞാൻ എൻ്റെ വാച്ചിൽ നോക്കുമ്പോൾ സമയം 11:45 ആയിട്ടുണ്ടാവും. ആ സമയം ഞാൻ 5 മിനിറ്റോളം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കാറാണ് പതിവ്. ആ സമയത്താണ് എൻ്റെ മറ്റൊരു കൂടപ്പിറപ്പ് വരാറ്. വേറെ ആരുമല്ല, എൻ്റെ ബ്രെയിൻ തന്നെയാണ്. അല്ല എന്തല്ല സുഖമല്ലേ? അല്ല ഉറങ്ങാനുള്ള ഉദ്ദേശമൊന്നുമല്ലേ? നാളെ സുഖം വേണോ അല്ലെങ്കിൽ വല്ല അസുഖവും തന്നാല് താങ്ങോ? എന്താണ് അഭിപ്രായമൊക്കെ ഒന്ന് പറ. എന്നെ പോലെയുള്ള മൈഗ്രെയിൻ രോഗികൾക്ക് ഉറക്കം കുറഞ്ഞ പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ്. റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പ്ലാനിങ്ങിൽ ചെറുതായൊരു മാറ്റം വരുത്തി കേട്ടോ. ബുക്കൊക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ജേർണൽ ബുക്ക്. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചട്ട ഒട്ടിക്കേണ്ട പേപ്പറിലാണ് മെഷർമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 4 വശത്തും 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇടുന്നുണ്ട്. ഇങ്ങനെ മെഷർമെന്റ് എടുക്കുന്നതിലൂടെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടും നീറ്റ് ആയിട്ടും പെട്ടെന്ന് ചെയ്തു നോക്കാൻ സാധിക്കും. ഈ ടേബിളിൽ കാണുന്ന മിനി ബുക്സ് ഒക്കെ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതുണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ കയറി കാണാം. മിനിയേച്ചർ ബുക്ക് ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണെങ്കിലും അത് ഉപയോഗിക്കാൻ അത്രത്തോളം ഇഷ്ടം വരാറില്ല. അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ആ ബുക്കിലൊന്നും എൻ്റെ ഒരു പെയിൻറ്റിങ്ങോ എൻ്റെ കളറിങ്ങോ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. ട്രാവൽ ഈസി ബുക്ക് ആയതുകൊണ്ട് ട്രാവൽ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ബുക്സ് എടുക്കാൻ എന്നോട് മറന്നു പോകും. ഇനിയെങ്കിലും അതെടുത്ത് പോയി ഡ്രോയിങ് ചെയ്യണമെന്നൊക്കെ വളരെ പൂതിയുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നെങ്കിലുമൊക്കെ നടക്കുകയായിരിക്കും. എന്നെ പോലെ മിനിയേച്ചർ ബുക്ക് ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. കുറച്ചായി ഞാൻ എൻ്റെ വീഡിയോസ് വോയിസ് കൊടുത്തിട്ട്. അതിന്റെ പോരായ്മകളൊക്കെ ഇതിലുണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. വോയിസ് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഈ മധുരമായ ശബ്ദങ്ങളൊക്കെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത്. ഇനി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാനൊന്നും നിൽക്കണ്ട. അതൊക്കെ മനസ്സിൽ അങ്ങോട്ട് വെക്കുക. പിന്നെ ഞാനിതൊക്കെ തമാശ പറഞ്ഞാണ് കേട്ടോ. എൻ്റെ അഹങ്കാരം കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. സോ സോറി. ഈ അഹങ്കാരം എന്താന്ന് പോലും എനിക്കറിയില്ല. അതെനിക്ക് മാത്രമാണോ?
ഇതാണ് കേട്ടോ ലാസ്റ്റ് റിസൾട്ട്. നിങ്ങൾക്ക് ഈ ജേണലും എൻ്റെ വീഡിയോസും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ടാറ്റാ.